പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമീപസ്ഥനായ ദൈവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രസകരമായൊരു സംഭവം നടന്നു. 23-ാം തീയതി പെന്തക്കോസ്റ്റ് ആയിരുന്നു. അപ്പോൾ കേരള സഭയിൽ ഒരു വിഭാഗം ജനത വളരെ കരുതിക്കൂട്ടി പെന്തക്കോസ്റ്റിന് വേണ്ടി ഒരുങ്ങണ ഒരു കാലമാണ്. നമ്മുടെ ഷാരോൺ ടി വി, അതുപോലെ തന്നെ സക്കീര, ഗുഡ്നസ് ടി വി പ്രത്യേകിച്ച്, അതായത് പെന്തക്കോസ് മഹോത്സവത്തിന് വേണ്ടി ജനങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കുന്ന ധ്യാനങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ യൂട്യൂബിലെ പല യൂട്യൂബ് ചാനലുകളും പെന്തക്കോസ്ത മഹോത്സവത്തിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുകയാണ്. ഒരു പക്ഷേ ഒരു ലോക്ക്ഡൗൺ ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇത്രയും ജനം ഒരുങ്ങിയിട്ടില്ല. ഞാനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളരെ മൗനമായിട്ട് ജപമാല ചെല്ലുമ്പോഴൊക്കെ ഓൻ്റെ ഈശോയെ നിങ്ങൾ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഫാത്തിമ പ്രയർ മാറ്റിയിട്ട് ജപമാലയുടെ ഓരോ രഹസ്യങ്ങളിലും കർത്താവേ നിൻ്റെ വിശുദ്ധ രക്തത്താൽ നേടിയെടുത്ത പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിക്കുകയും ഞങ്ങളോട് ആയിരിക്കും, നിത്യം നിങ്ങളോട് ആയിരിക്കാം മറ്റൊരാശ്വാസകനായി നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ പെന്തക്കോസ്താ ദിവസങ്ങളിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, എല്ലാ പ്രവർത്തകരെയും അഭിഷേകം ചെയ്യണമേ, ശുശ്രൂഷയെ അഭിഷേകം ചെയ്യണമേ, ഉടമ്പടി എടുത്തുപോയവരെ അഭിഷേകം ചെയ്യണമേ. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കരുത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. കാര്യം സാധാരണ ജപമാല റാലി, നമ്മുടെ 3 ലക്ഷം പേര് പങ്കെടുക്കുന്ന ജപമാല റാലി ഇല്ലേ, അതുപോലെ ആ സമയത്തൊക്കെ റാലി ഇവിടുന്ന് ആരംഭിക്കുന്ന സമയത്ത് വെളുപ്പിന് മാതാവിൻ്റെ സ്വപ്നമുണ്ടാവും. അപ്പം ഞാനപ്പം തന്നെ ഡയറിയിൽ എഴുതിയിടും. ഈ പ്രാവശ്യം പെന്തക്കോസ്തയുടെ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിയാണ്. രാവിലെ 4:30 തന്നെ എഴുന്നേറ്റ്. അപ്പം 4 മണി തൊട്ട് ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കിടക്കുകയാണ്. എന്താ സംഭവിച്ചാൽ മാന്തളിരിൻ്റെ നിറമുള്ള വസ്ത്രം അണിഞ്ഞ് അമ്മ വരികയാണ്. ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ അതെ. അപ്പം ഞാൻ ഏതാണ്ട് പൊട്ടിച്ചാല ഇരിക്കുകയാണ്. കാര്യം എനിക്കറിയാം ഞാനൊരു ഡെസ്കിൻ്റെ ബാക്കിലിരിക്കുകയാണ്. എന്തോ വിളമ്പി തിന്നാൻ വേണ്ടി, തരണത് തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ 2 കൈയിലും വസ്സിയിൽ എന്തോ വിഭവം. എന്നിട്ട് വേറൊരു വസ്തി കൊണ്ട് മൂടിയിട്ട് 2 കൈയും എടുത്തുകൊണ്ട് നല്ല ആരോഗ്യവും നല്ല ഉയരവൊക്കെ ഉള്ള അമ്മയാണ്. ഒരു 6 അടി 5 ഇഞ്ചുള്ള അമ്മ, നല്ല വെളുത്ത് മാന്തളിർ ശരീരം ഇങ്ങനെ ശിരസ് മൂടി ഇങ്ങനെ മാന്തളിറിൻ്റെ നിനക്കറിയാൻ പാടില്ലേ, ഈ കുയിലുകൾ തിന്നണ മാന്തളിരില്ലേ, വളരെ ഒരു സോഫ്റ്റായിട്ടുള്ള തളിരിൻ്റെ ഒരു ഉടുപ്പിട്ട് വരികയും. അപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് 2 പാത്രം വെച്ച്. അത്രയേ ഉള്ളൂ സ്വപ്നം, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെയുള്ള ഒരു കുറേ ഇതുപോലുള്ള സ്വപ്നങ്ങൾ വരും. സീരിയസ് ടൈമിന് എപ്പോഴും അല്ല, വളരെ നിർണായകമായ ദിവസങ്ങളിൽ ഇങ്ങനെ വരും. അപ്പം ഞാൻ അവിടുന്ന് അപ്പം തന്നെ എഴുന്നേറ്റ് നിത്യാരാധന മുമ്പിൽ വന്ന് 2 ജപമാല തണുക്ക ചെല്ലി. എല്ലാ സമയത്ത് ഞാൻ 5 മണിക്കാണ് ജപമാല എല്ലാം വരണത്. അപ്പോൾ ഇതിപ്പം 5 മണിയായപ്പോൾ തന്നെ വന്ന് ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ മുറിയിൽ പോയിട്ട് എന്താണ് കർത്താവ് സ്വപ്നം കണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കർത്താവിൻ്റെ വചനം അറിയാൻ പറ്റും. കർത്താവ് വചനത്തിലൂടെ അത് വ്യാഖ്യാനിച്ച് തരും. നമ്മളവിടെ കുത്തിയിരുന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു കഥയില്ല. സ്വപ്നങ്ങളെല്ലാം കർത്താവ് വചനത്തിലൂടെ വ്യാഖ്യാനിച്ച് തരും. അപ്പോൾ നമ്മൾ 2 ജപമാല നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കാലങ്ങളുണ്ടല്ലോ, കാലങ്ങൾ വിവേചിക്കണം. കാര്യം ദൈവം ഒരിക്കലും വിദൂരസ്ഥനല്ല, ദൈവം സമീപസ്ഥനാണ്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചിന്തിച്ചതും ആരെങ്കിലും ആലോചിച്ചതും അല്ല പറയണത്. വാട്ട് ഐ ഫെൽറ്റ് അത് ഏറ്റവും പുതിയതായിട്ട് ഞാൻ എന്താണ് അനുഭവിച്ചത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കണത്, എത്ര ദൈവമാണ്, ഹൗ ഈസി ടു ടാൻസിൽ
ടാൻജിബിൾ, അതായത് എന്തുമാത്രം കർത്താവ് വളരെ ലളിതമായിട്ട് സ്പർശ്യമാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതുകൊണ്ടാണ് ഈ വിദൂരസ്ഥ സമീപസ്ഥരൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും കട്ടിയാണെങ്കിൽ വളരെ സിമ്പിളാണത്. കാര്യം ദൈവം സമീപസ്ഥനാണ്, നമുക്ക് ടാൻജിബിളാണത്, വളരെ തൊടാൻ നമുക്ക്. അപ്പോൾ എനിക്കറിയാം എന്തോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് നേരത്തെ കൂട്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം നടന്നത്. ഞാൻ അപ്പം തന്നെ കർത്താവിനോട് സംബന്ധിച്ച്, കർത്താവേ വാട്ട് ഇസ് ഹാപ്പൻഡ്, എന്താണ് അമ്മ വന്നത്, എന്താണ് ആ പാത്രത്തിൽ, എന്താണ് തൻ്റെ പാത്രം നിറച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്, മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, എന്താണ് ആ പ്ലേറ്റിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2 ജപമാല ചൊല്ലി വിശ്വാസപ്രമാണം ചെയ്തിട്ട് പെട്ടെന്ന് വചനം അങ്ങനെ ഓപ്പൺ ചെയ്ത്, അങ്ങനെ സാധാരണ ചെയ്യണത്. വചനം ഓപ്പൺ ചെയ്തപ്പോഴേ കിട്ടിയ വചനം സക്കറിയ 10:6 എന്നുവെച്ചാൽ യൂദാ ഭവനത്തെ ഞാൻ ബലപ്പെടുത്തും. യൂദാ ഭവനം ഇസ്രായേലാണ്, സഭയുടെ പ്രതീകമാണ്, തിരുസഭയുടെ കാര്യം ഈ പറയണത്. തിരുസഭ ഇപ്പം ബലക്ഷയമായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒരു കാലമാണ്. കാര്യം ഈ ഗേ സെക്സിൻ്റെ മാരേജ് നടന്നിട്ട് ഇന്ന് വരെ വത്തിക്കാൻ ഒരു സംഭവം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വെരി സ്ലോയാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ വിഷയത്തിൽ. വൈ വാറ്റിക്കാൻ ഈസ് സോ സ്ലോ, വൈ റോം ഈസ് സോ സ്ലോ. ഇങ്ങനെയുള്ള ഭയങ്കരമായ മാരക പാപങ്ങൾ ലോകത്തിൽ കോവിഡിനേക്കാൾ ആത്മാവിനെ, കോവിഡ് ശരീരത്തിനെ കൊല്ലത്തുള്ളൂ, പക്ഷേ ഇത് ആത്മാവിനെ നേരിട്ട് കൊല്ലുകയാണ്, നേരിട്ട് കൊല്ലുക. അപ്പം നേരിട്ട് കൊല്ലുന്ന മാരകമായൊരു പാപം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സഭ സോ സ്ലോ? അപ്പം സഭ ബലക്ഷയമാകുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പം ഞാനത് ഈശോയുടെ പ്രൈവറ്റായിട്ടും അല്ലാതെയൊക്കെ എൻ്റെ രോക്ഷങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. വൈ ചർച്ച് ഇസ് സോ സൈലൻറ്റ് അബൌട്ട് ഇറ്റ്. അപ്പം അത് വീണ്ടും വീണ്ടും ഗേ ഉണ്ടാകാൻ വേണ്ടിയും, കാര്യം നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയുമ്പോൾ സന്താനം ഉണ്ടാകാത്ത ഒരു ആശീർവാദം കൊടുക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് സെൻസ് ബൈ നോ മീൻസ്. ദൈവം എന്തിനാണ് മനുഷ്യനെ ആശ്രയിച്ചത്, അനുഗ്രഹിച്ചത്? എന്തിനാണ് വിവാഹമെന്ന കൂതാശ സ്ഥാപിച്ചത്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ലോകത്തിലെ ദൈവത്തിൻ്റെ രാജ്യം നടക്കാൻ, ദൈവരാജ്യം ലോകത്തെ പുലരാൻ വേണ്ടിയാണ്. അപ്പോൾ സന്താന പുഷ്ടി ഉണ്ടാകാത്ത ഒരു മൃഗീയമായ കൂട്ടായ്മയ്ക്ക് നമ്മൾ ആശീർവാദം കൊടുക്കാൻ ബാധ്യസ്ഥരാണോ? നമ്മുടെ ഒരു മലത്തിനാണ് ആശീർവാദം കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു തേങ്ങൽ എന്തായിരിക്കും? വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും? അപ്പം ഇങ്ങനെയെല്ലാം കൊണ്ട് വിശ്വാസികൾ, സഭയെന്ന് പറയണത് ഒരു സംവിധാനമോ അഡ്മിനിസ്ട്രേഷനോ ഒന്നും അല്ലല്ലോ. സഭ ദൈവജനമാണ്. ഞാൻ സഭയെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവജനത്തെയാണ്. ദൈവജനമാണ് സഭ. സഭയെ നയിക്കുന്നവരുണ്ടാകാം, പക്ഷേ സഭ ബേസിക്കായിട്ട് എന്താണ്? ദൈവജനമാണ്. ദൈവജനത്തിന് ഉതപ്പ് വന്നിരിക്കുന്നു. ദൈവജനത്തിൻ്റെ വിശ്വാസത്തിൽ ശരിക്കും ഒരു വലിയ സങ്കടങ്ങൾ വന്നിരിക്കുന്നു. അവർക്ക് സത്യമേതാണ് മിഥ്യ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ, പാപമേതാണ് പുണ്യമേതാണെന്ന് അറിയാൻ പാടില്ലാതെ ഒരു മനക്കലക്കം ഉണ്ടായിരിക്കുന്നു. സാത്താൻ ആദ്യം ചെയ്യണത് എന്താണ്? വിശ്വാസിയുടെ മനസ്സിനെ കലക്കിക്കളയും. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത അങ്ങനെ നിൽക്കുന്ന ഒരു ബലക്ഷയം പിടിച്ച ഒരു ദൈവജനം, സഭയെക്കുറിച്ച് എനിക്ക് എപ്പോഴും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിരിക്കണത് എന്താണ്? ഞാൻ യൂദയ ഭവനത്തെ ബലപ്പെടുത്തും എന്നാ. അപ്പോൾ സഭയെ കർത്താവ് ബലപ്പെടുത്തും. തിന്മയുടെ ശക്തികൾ പ്രബലപ്പെട്ടാലും കർത്താവ് ആദ്യമേ തിന്മയുടെ ശക്തികൾ പ്രബലപ്പെടുന്നതിനെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നരകത്തിൻ്റെ താക്കോൽ സ്വർഗരാജ്യ താക്കോൽ ഞാൻ നിനക്ക് തരും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ നരക കവാടങ്ങൾ ഇപ്പോൾ പ്രബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. സഭയെ, യൂദയ ഭവനത്തെ അവൻ ബലപ്പെടുത്തുമെന്ന്.
കർത്താവായ ദൈവം അവൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയാലെ യൂദാ ഭവനത്തെ ബലപ്പെടുത്തുമെങ്കിൽ അതാണ് രണ്ട് പ്ലേറ്റ് നിറച്ച് രണ്ട് വിഭവമായിട്ട് വരുന്നത് എന്തിനാണ്? ആത്മീയ ഭക്ഷണവുമായിട്ട് വരുന്നത് എന്തിനാണ്? സഭയുടെ ശരീരത്തെ ബലപ്പെടുത്താനാണ്. സഭയുടെ ശരീരത്തെ ബലപ്പെടുത്തുന്ന, ദൈവജനത്തെ ബലപ്പെടുത്തുന്ന, യഥാർത്ഥത്തിലുള്ള ദൈവിക എല്ലാ ആത്മീയ അധികാരികളെയും ബലപ്പെടുത്തുന്ന ഒരു ഭക്ഷണം, സ്വർഗീയ ഭക്ഷണം പരിശുദ്ധ അമ്മയുടെ കൈകൾ കൊണ്ട് സഭയ്ക്ക് ലഭിക്കും. അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തികളെ പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിലാക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനാ യോഗ്യതകളാൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയെ ഈ വിഷയങ്ങളിലെല്ലാം നിന്റെ വലിയ തീരുമാനം ഉണ്ടാകുവാൻ ഞങ്ങൾ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ വചനം എന്താണ്? സഖറിയ 10:6 രണ്ടാമത്തെ വരി എന്താണ്? ജോസഫിൻ്റെ ഭവനത്തിനെ ഞാൻ രക്ഷിക്കുമെന്ന്. ജോസഫിൻ്റെ ഭവനം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് കർത്താവ് എനിക്ക് തന്ന മിഷനാണിത്. ഇതിൻ്റെ ആദ്യം അവസാനം മുതലും കർത്താവ് വെളിപ്പെടുത്തിയതും വളർത്തിയതും അമ്മ മാതാവ് അവസാനം പ്രത്യക്ഷപ്പെട്ടതും എല്ലാം ഈ ഒരു വ്യക്തിയിലൂടെയാണ്. ഞാൻ ചിലപ്പോൾ ഒരു കൊതുകിനേക്കാൾ കുറഞ്ഞൊരു വ്യക്തിയാകാം, പക്ഷെ ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന കാര്യം ദൈവത്തിന്, മനുഷ്യൻ വിസ്മരിച്ചാലും ദൈവത്തിന് അത് വിസ്മരിക്കാൻ പറ്റത്തില്ല. ജോസഫിൻ്റെ ഭവനത്തെ ഞാൻ രക്ഷിക്കുമെന്നാണ്. രക്ഷ കർത്താവിൽ നിന്നാണ്. കർത്താവിൻ്റെ കൃപയുടെ അഭിഷേകം കൃപാസനത്തിനും അതിൻ്റെ ശുശ്രൂഷകളിലൂടെയും ഞാൻ പിരിഞ്ഞു പോയവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും. അടയാളങ്ങൾ ഞാൻ കാണിക്കും, അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്നാണ് പിന്നീട് വചനങ്ങളെല്ലാം. അടയാളങ്ങൾ കാണിക്കും, അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അതാണ് അടുത്ത പ്ലേറ്റിലെ ഭക്ഷണം. ഞാൻ എന്തായാലും ഇത് പറഞ്ഞെന്നറിയാവോ? നമ്മളാരും വിചാരിക്കണ പോലെ ദൈവം വിദൂരസ്ഥനല്ല, ദൈവം സമീപസ്ഥനാണ്. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയണ, തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ദൈവത്തെ എല്ലാത്തിനും, എന്തിനും ഏതിനും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ മതി, ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ മതി. ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനായി വരും. എല്ലാ കാര്യത്തിനും ദൈവം തീർപ്പ് നൽകും. ദൈവം എല്ലാ വിഷയത്തിനെക്കുറിച്ചും, ഇപ്പോൾ ഈ ഗ്യാസ് സെക്സിനെ കുറിച്ചൊക്കെ കർത്താവിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, കർത്താവിന് വ്യക്തമായ ധാരണയുണ്ട്. അതുപോലെ സഭയ്ക്കുണ്ടായിട്ട് ഈടറവിനെക്കുറിച്ച് അമ്മ മാതാവിന് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടാണ് യൂദാ ഭവനത്തെ ഞാൻ ബലപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ബലപ്പെടുത്തുമെന്ന് ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും വിഷയത്തിൽ സഭയുടെ ബലം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അമ്മയാണ് അതിൻ്റെ ചാർജ്. അമ്മയത് ബലപ്പെടുത്തും. പിതാവിൻ്റെ കൈകളിൽ നിന്നുള്ള അപ്പവുമായി, ഭക്ഷണവുമായി അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സ്വപ്നത്തിൽ. എൻ്റെ മക്കളെ, ഇത് ഉടമ്പടി എടുത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിത വിഷയങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്, ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ദൈവത്തിന് നാമം മഹത്വപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ദൈവം നിന്നെയും സഭയെ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 രോഗികളായവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്.
രോഗികളായവരെ രോഗാതുരമായ ഇടങ്ങളിൽ കർത്താവ് ആരാധന തുടങ്ങിയപ്പോൾ തന്നെ കാണിച്ചായിരുന്നു. ഉള്ളിലെ പഴുത്തവരെ കാണിച്ചു, വയറിൻ്റെ ഉള്ളിൽ കുടലുകൾ പഴുത്തിരിക്കുന്നവരെ കാണിച്ചായിരുന്നു, അസ്ഥി ദ്രവിക്കുന്നവരെ കാണിച്ചു. അപ്പോൾ ഇനിയും കുറേ അധികം സൗഖ്യങ്ങൾ നടക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വാസത്തോടെ രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വെക്കുക. സ്പോണ്ടിലോസിസിന് അസുഖമുള്ള പിൻകഴുത്തിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികളും ടോൺസിലൈറ്റ് രോഗികളും തൊണ്ടയിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ ഉദര അടിവയറ്റിൽ കൈവെക്കുക. കരൾ രോഗികൾ കരളിൻ്റെ അവിടെ കൈവെക്കുക. ഹൃദയരോഗികൾ ഹൃദയത്തിൽ കൈവെക്കുക. കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ശക്തി അടിപ്പണർ പോലെ വൈദാഖാലം പോലെ നിന്നിലേക്ക് കടന്നു വരുന്ന സമയമാണ്. മുടി കൊഴിയുന്നവരുണ്ട്. ഇന്നലെ ഒരു സഹോദരി മൊബൈലിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. സോറിയാസിസ് വന്നിട്ട് അവിടെ കൈകളെല്ലാം തിണർത്ത് തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വൃണമായിരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ അവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. കർത്താവിന് വിശുദ്ധമായ രക്തമാണ് സോറിയാസിസിലേക്ക് പെയ്തിറങ്ങാം. അതുപോലെ ത്വക്ക് രോഗികളെ കർത്താവിന് വിശുദ്ധമായ രക്തം പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരാധനയെ കർത്താവ് ജ്വലിച്ചുകൊണ്ട് അമ്മ തീക്ഷ്ണമായി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശാപരോഗികൾ, രക്തസ്രാവമുള്ളവർ, മൂത്രമറിയാതെ പോകുന്നവർ, കിഡ്നി രോഗികൾ എല്ലാവരും അതാ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. വായിൽ കേടുള്ളവർ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരും, കോവിഡ് രോഗികളായിപ്പോയവർ, ശ്വാസകോശങ്ങൾ തിങ്ങിപ്പോയവർ, ഓക്സിജൻ കിട്ടാത്തവർ, ഓക്സിജൻ കുറയുന്നവരെല്ലാം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അടിപ്പടതാർന്ന വലതുകരം ഓരോ രോഗികൾ എവിടെയെല്ലാം കൈവെക്കുന്നുണ്ട് അവിടെയെല്ലാം അടിപ്പടതാർന്ന വലതുകരത്താൽ സ്പർശിക്കണമേ. അടിപ്പടർ പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തിയാൽ ഈ നിമിഷം അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ഉള്ളംകാലം മുതൽ ഉച്ചവരെ കുതിരട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗികൾ, സ്ഥിരവേദികൾ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധപരമതിവേകാരുണ്യത്തിന് മക്കളെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐസയ 55:6 ആ വചനം അനുസ്മരിച്ചുകൊണ്ട് കർത്താവ് ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന ഈ നിമിഷങ്ങളിലെ നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് സമാധാനം ഉണ്ടാക്കാൻ പോകുന്നു. ജോലിയായാലും, വീടായാലും, വിവാഹമായാലും, ഡൈവേഴ്സ് ആയാലും, വീടില്ലാത്ത അവസ്ഥയായാലും, വാടക താമസിക്കുന്ന അവസ്ഥയായാലും, ദിവസങ്ങളോളം ജോലിയില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി വരാൻ പോകുന്ന വേദനയായാലും, മക്കളെ എങ്ങനെ പഠിപ്പിക്കണം, എവിടെ അഡ്മിഷൻ കിട്ടണമെന്ന് ഓർത്ത് വിഷമിക്കുന്ന മക്കളെല്ലാം ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവനോട് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട അൾത്താറ എന്ന് ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിലെ ദൈവപൈതലെ നിന്നോട് കാരുണ്യം കാണിക്കാൻ പോകുന്നു. നിൻ്റെ കുടുംബത്തോട് കാരുണ്യം കാണിക്കാൻ പോകുന്നു. നീ സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ വിശ്വാസത്താൽ സന്തോഷവും വേദന കൊണ്ട് പ്രാർത്ഥനയാക്കി മാറ്റുക. കർത്താവെ, അനേകം മക്കളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, മാനത്തോട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, എങ്ങനെ ജീവിക്കണം, ആരും സഹായിക്കാനില്ലാത്തൊരു കർത്താവേ, ശത്രുതകളുള്ളവർ കർത്താവേ, പലതരത്തിലുള്ള വിരട്ടലുകളാ കർത്താവേ, വേദനിക്കുന്നൊരു കർത്താവേ, ആരും കർത്താവെ നിസ്സഹായമായി നിൽക്കുന്ന മക്കൾ കർത്താവേ, അങ്ങനെ ദിവസം കണ്ണിനെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തൊരു, വേലയില്ലാത്തൊരു, കൂലിയില്ലാത്തൊരു, വീടില്ലാത്തൊരു, വഴിയില്ലാത്തൊരു കർത്താവേ, അങ്ങനെ ദിവസം പ്രാർത്ഥിച്ചൊരു കർത്താവേ, നിയമപരമായ തടസ്സമുള്ളവരെ കർത്താവ് പലപ്പോഴും പാസ്പോർട്ടും മിസ്സായിക്കും കർത്താവേ, യോഗ്യതാ പരീക്ഷകൾ കർത്താവേ തോറ്റുപോകുന്ന കർത്താവേ, അങ്ങനെ തിരിച്ചെന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പലതരത്തിലുള്ള യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ള കർത്താവേ, അതിൻ്റെ റിസൾട്ട്
പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയവരെല്ലാം കർത്താവ് കണ്ണുനീരോടെ ആരാധന പങ്കെടുക്കുന്ന കർത്താവ്, അവരെല്ലാം നീ ആശീർവദിക്കുന്ന കർത്താവ്. ഞാൻ നീ നടക്കേണ്ട വഴികൾ നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു പറഞ്ഞ അതേ ഉപദേശം പരിശുദ്ധാത്മാവിന് ദിവ്യകാരുണ്യമേ ഇപ്പോൾ മക്കൾക്ക് അവർ നടക്കേണ്ട വഴികൾ ഇപ്പൊ കാണിച്ചു കൊടുക്കണമേ, പ്രചോദനം നൽകണമേ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരകമായ തടസ്സങ്ങൾ, ദോഷങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി എടുത്തു പോയവരും ഉടമ്പടി എടുക്കാൻ കാത്തിരിക്കുന്നവരും ലോക്ക്ഡൗൺ കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരും ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷ ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ കർത്താവിനെ അറിയാത്തവരെ അറിയുന്നതിന് വേണ്ടി അറിഞ്ഞവര് ആഴപ്പെടാൻ വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ചൊല്ലുക. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൃപാസന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. മാതാവിൻ്റെ ചാനലിലൂടെ മാതാവാണ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നതെന്ന് അനേകം മക്കളുടെ സാക്ഷ്യമുണ്ട്. അത് നിങ്ങൾക്ക് അവകാശമൊക്കെയാക്കാൻ വേണ്ടി നന്മ നിറഞ്ഞവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്മ നിറഞ്ഞ പറയുക. സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സമാപന ആശീർവാദം സ്വീകരിക്കാം. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ മേൽ
മധ്യസ്ഥതാധീനമുള്ള പരിശുദ്ധ അമ്മയുടെയും മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങളിലേക്ക് ഈശോയെ കടന്നു വരുവാൻ ദിവ്യകാരുണ്യ നാഥനോട് നീ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.